ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ കാസർഗോഡ് വരെ വന്ന് പോവുകയാണ്. അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇവളുടെ മുടി ഇതാ ഞാൻ കാറിൽ നിന്ന് തന്നെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുള്ളതാണ് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കെട്ടിയിട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആളിങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ കാസർഗോഡ് വരെ അച്ഛനും ഉണ്ട്, നമ്മളൊന്നിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കാസർഗോഡ് എത്തി. വണ്ടി സ്മാർട്ട് ബസാറിന് മുമ്പിലായിരുന്നു പാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ പോകുന്നത് ഫാത്തിമയിലേക്കാണ്. അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസും ഉണ്ട്, പിന്നെ നല്ല ഓഫറും നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ടോപ്പിൻ്റെ വേറൊരു കളർ എൻ്റെ അമ്മായി കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും ഗ്രീന് വാങ്ങി. അപ്പോൾ ഞാനിവിടെ നിന്ന് വേറൊരു ഡ്രസ്സും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ പറയുന്നില്ല അതിനെ പറ്റിയിട്ട്, കാരണം അത് ചെറിയൊരു സർപ്രൈസാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പഴയ ബസ് സ്റ്റാൻഡ് വന്നു. അപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ പിന്നെയും പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നു. പാൻ യു കെയിലേക്കായിരുന്നു ആദ്യം വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയ കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്, വെറുതെ. കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നുമില്ല. അപ്പോൾ എവിടെ പോയാലും ഞാൻ നോട്ട് ചെയ്യുന്ന സ്ഥലം ഇത് മാത്രമാണ്. ചോക്ലേറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എത്ര കഴിച്ചാലും എനിക്ക് മതിയാവുന്നില്ല. അതിപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കൂടിയതല്ലാണ്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. മുമ്പത്തേനേക്കാളും കൂടിയത് മാത്രമാണ് ചോക്ലേറ്റ്സിൻ്റെ ഭ്രാന്ത്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫുള്ള് ഏത് വേണമെങ്കിലും ഉണ്ട്, അത്ര കളക്ഷൻസും ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ലേസിൻ്റെ അടുത്ത് പോയി. നമ്മളിത് ഇത്ര മാത്രമാണ് വാങ്ങിയത്, കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വൈസ്രോയിലോട്ടാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവർക്ക് ബേബി സിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരിരിക്കാൻ വേണ്ടിയിട്ട്. കേറാ. ഇപ്പം ഇവളെ കണ്ടാൽ മുടി വെട്ടാതിരുന്ന പോലെ ഇല്ലേ? ജ്യൂസ് ഉണ്ട്. ഇടാം. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും വന്നു. അപ്പോൾ ഹസ്ബൻഡ് അഫ്ഗാനി റൈസോ അങ്ങനെ എന്തോ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ നമ്മുടെ സാധാരണ ബിരിയാണി മതി എന്ന് വിചാരിച്ചിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനി ഇവളുടെ കുറച്ച് കുസൃതികൾ കണ്ടോളൂ നിങ്ങൾ. പപ്പക്ക് ഒരു പ്ലെയിങ് കിസ് കൊടുക്ക്, ഒരു പ്ലെയിങ് കിസ് കൊടുക്ക്. പപ്പക്ക് കൊടുക്ക്.
ക്ലിനിക്കിലേക്ക് ആവശ്യമുള്ള എന്തോ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങാൻ പോയിട്ടുണ്ടായതായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ജസ്റ്റ് ഒന്ന് ഐബ്രോ ചെയ്യാനുണ്ടായിരുന്നു, കുറേ ആയി ചെയ്യാതെ. അപ്പോൾ അതും ചെയ്തിട്ട് വന്നു. പിന്നെ ഒരു ഫാൻസിയിൽ കയറി കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം നല്ല അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാൾ നല്ല ഉറക്കമാണ്. പിന്നെ നമ്മൾ നേരെ അടൂരാണ് പോകുന്നത്, വീട്ടിലേക്കല്ല. കാരണം കുറച്ച് ലേറ്റും ആയി, ഒരു 2:30 മണി 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ അടൂർ വന്നു. എന്താ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. കയ്യിൽ എന്തെങ്കിലും സാധനം കളിക്കാൻ കൊടുത്താൽ കുറച്ച് സമയം മിണ്ടാതെ നിൽക്കും. പിന്നെ ഈ ഒരു എക്സ്പ്രഷൻ അവളെ വിട്ടു പോകുന്നില്ല, എന്ത് ചെയ്യുന്ന ഒരു പിടിയുമില്ല. പിന്നെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ അതാ വിജേഷ് അവൻ്റെ വണ്ടീൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി നിൽക്കുവാണ്. പിന്നെ കുറച്ച് പട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിൽ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.